ഈ ലോകം മൊത്തവും നിങ്ങൾക്കറിയാം മറ്റു മതസ്ഥർ എന്ന് പറയുന്ന മറ്റ് മതസ്ഥരെന്ന് എനിക്ക് അവരെ വിളിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്താരീതി മാത്രമാണ്. രണ്ടു തരത്തിലുള്ളവരെ കുറിച്ച് ചിന്തിച്ചാലും അതൊരു ചിന്താരീതി മാത്രം. മതസ്ഥരെന്ന് എനിക്ക് അവരെ വിളിക്കാൻ ഒന്ന് കൊള്ളസംഘവും ഒന്ന് മറ്റൊന്നുമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആരാ പറയുന്നേ? ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്, സിന്ധു നദീതട സംസ്കാരമാണ് എന്ന ഞാൻ സ്കൂളിലും പഠിച്ചിട്ടുള്ളത്, ജീവിതത്തിലും പഠിച്ചിട്ടുള്ളത്. എന്നാൽ ബൈബിളും ഖുറാനിനൊക്കെ തള്ളി പറയാൻ ഇവനൊക്കെ എങ്ങനെ കഴിയുന്നു? ഈ കാഷായ വസ്ത്രം ധരിച്ച് ഈ കുഷ്ഠം പറയാൻ ഇവനെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ തോന്നുന്നതിന് മനസ്സിലാവുന്നില്ലല്ലോ. തലക്കകത്ത് മതം കുത്തിക്കയറ്റിയിട്ട് ഇങ്ങനെ ഊളത്തരം വിളിച്ച് പറയല്ലേ. ഹിന്ദു ഒരു മതമല്ല, ക്രൈസ്തവരും അതേപോലെ ഇസ്ലാമും രണ്ട് മതങ്ങളുടെ ഭാഗമാണ്. ഹിന്ദു എന്നാൽ ഒരു സംസ്കാരം മാത്രമാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും ഇൻഡസ് ആണ് എന്ന ബോധം കുറച്ചെങ്കിലും വേണം എന്റെ കാക്ഷായ വസ്ത്രം ധരിച്ച കുഷ്ഠം പിടിച്ച ചേട്ടാ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിന്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ ഓ ഓ ഓ കത്തി 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 നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തിട്ട് ക്ഷേത്രമാക്കിയതിനെ കുറിച്ചിട്ടാണോ പറയുന്നേ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പള്ളികളൊക്കെ തകർത്തതിന്റെ അടിയിലൊക്കെ ശിവക്ഷേത്രമുണ്ട്, ശിവലിംഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കയ്യേറുന്നതിനെ കുറിച്ചിട്ടാവല്ലേ പറഞ്ഞിട്ടുണ്ടാവുക? ലോകത്ത് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങള് ഹിന്ദുവിലേക്ക് ചേർന്നത്? നിങ്ങളുടെ ടീം ചെയ്യുന്നതാണ്. ചേട്ടന് നല്ല ബോധമാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ. കേരളത്തിൽ മാത്രമാണ് അതിന് ഇനി മാറ്റം വരാനുള്ളത്. അതാകും അതിന്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുകുന്ദന്റെ നാമം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിർത്തടാ എന്ത് ഊളത്തരാടാ പറയുന്നേ? മലപ്പുറം ജില്ലയിൽ എന്ത് കേരളം കൂടി മാറാണ്ടെന്ന്? കേരളം നിന്നെ കൊണ്ടൊന്നും വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും പള്ളി കയ്യേറാൻ വാ, കാണിച്ചു തരാം. അപ്പൊ ഇവിടുത്തെ ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ആരാണെന്ന് അപ്പൊ നീ മനസ്സിലാവും. നിന്റെ ഈ കുഷ്ടത്തരം ഉണ്ടല്ലോ, അത് ഇവിടെ ചെലവാവില്ല, അത് നീ മനസ്സിലാക്കുക. മലപ്പുറം ജില്ലയിൽ ഈ മാമാങ്കത്തെ കുറിച്ചിട്ടാ പറയുന്നേ. ഈ ഒരു സംഭവം നടന്നു, ആ ഒരു സംഭവം നടന്നു എന്ന് കരുതിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാവരും നിന്റെ കാൽച്ചുവട്ടി വന്ന് കിടക്കും എന്നുള്ളതല്ല ഇതിനർത്ഥം. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും അന്യോന്യം സ്നേഹിച്ച് ജീവിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് അവിടെ ഉള്ളത്. അതിനർത്ഥം ഇവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു, BJP ഇപ്പോൾ വളരുന്നതാണ് അവന്റെ വിചാരം. ഒന്ന് പോടാവുന്നു. അത് വന്നിരിക്കും, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എന്റെ മിത്രങ്ങളായ മറ്റു മതസ്ഥർ എന്റെ ധർമ്മത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ ചിരിക്കട, കയ്യടിക്കട. എന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഹിന്ദുവിന് ഹിന്ദുവിന്റേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും, ക്രൈസ്തവന് ക്രൈസ്തവന്റേതായത് ഉണ്ടാവും, മുസൽമാന്റേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും. അവരതിൽ മുറുകി പിടിച്ചാൽ മുന്നോട്ട് പോകട്ടെ. അത് തല്ലി തകർക്കാൻ നിന്നെ പോലെയുള്ള ആളുകൾ എന്തിനാടാ മുതിരുന്നത്? ആദ്യം നീ 4 അക്ഷരം പഠിക്കണം കേട്ടോ. എന്താണ് സിന്ധു നദി തട സംസ്കാരം എന്നുള്ളതൊക്കെ, എന്നിട്ട് പറ എന്റെ വിശ്വാസത്തിലേക്ക് അങ്ങ് വരുന്നുള്ളത്. നിന്റെ വിശ്വാസത്തിലേക്ക് വന്ന ഒരാളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. നിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞു, നീളാനമ്പ്യാർ എന്നുള്ളതാ. തട്ടമങ്ങ് ഊരി വലിച്ചെറിഞ്ഞ് ഉടുതുണി പോലും വലിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു മതത്തിലേക്ക് വന്നിട്ടുള്ളത്. ആറ്റുകോൽ പങ്കാല കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് എന്റെ അഡൾട്ട് വെബ് സീരീസ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തത് എന്നാ പറയുന്നത്. ഇപ്രാവശ്യം വേറെ എന്തോ ചിന്തിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ കുറെ എണ്ണം മതം മാറിയിട്ട് ഹിന്ദു മതത്തിലേക്ക് വരുന്നുണ്ട്. അഴിഞ്ഞാട്ടമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പോയി എന്തെങ്കിലും പറയടോ. ഇത് ഞാൻ അവർക്കൊരു സ്വാഗതം ഒതുന്ന ഒരു അവസരമായിട്ട് കൂടി ഞാൻ കണക്കാക്കുകയാണ്. അവർ വരണം, വന്നേ മതിയാകുള്ളൂ. അത് നീ ശാഠ്യം പിടിക്കണ്ട. ഒരാളും നിന്റെ വാക്ക് കേട്ട് വരില്ല. പല ആളുകളും വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിളാനമ്പ്യാരെ പോലെ കുറെ എണ്ണം വരുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ജസ്ന സലീമിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വരുന്നത് പറഞ്ഞ എന്തിനാ മനസ്സിലായില്ലേ? ബിസിനസ്സും, അതായത് ഹിന്ദു ആയിക്കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ നടക്കാം, ഒരു കുഴപ്പമില്ല, എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. അതൊക്കെ തന്നെ. പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കളോട് പറയാനുണ്ട്. ഋഗ്വേദമൊക്കെ ഇടക്കൊന്ന് മറച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ബ്രഹ്മം, ഏകദൈവ വിശ്വാസം, അതാണ് ഹിന്ദുവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നിനക്ക് ബോധമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഏത് ദൈവത്തിനെ ആരാധിക്കാം എന്നുള്ളതാണ് ഹിന്ദു എന്ന് പറയുന്ന ആ മതത്തിന്റെ ഒരു സവിശേഷത തന്നെ. ഋഗ്വേദം എടുത്തു വായിക്കി, അതിൽ കിടക്കുന്നുണ്ട് ഏകദൈവ വിശ്വാസത്തെ കുറിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള കുറെ കൂതറകൾ ഇടക്കിടക്ക് പൊന്തി വരും. തലക്ക് 2 മേട്ടം കൊടുത്ത് നമുക്ക് അങ്ങ് വിടാം. സോഷ്യൽ മീഡിയയിലാണ് കേട്ടോ, നേരിട്ടല്ല.